എല്ലാവർക്കും നമസ്കാരം. കാർ ഇൻഫോ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളൊരു വാർത്തയാണ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വാഹനങ്ങളിലെ അമിത പ്രകാശത്തിനെതിരെ പരിശോധനകൾ ശക്തമാക്കുന്നു എന്നുള്ള കാര്യം. അതായത് വാഹനത്തിലുള്ള അഡീഷണൽ ലൈറ്റ്സ്, വളരെയധികം പവറുള്ള ലൈറ്റുകൾ ചിലരെങ്കിലും വാഹനത്തിൽ ഘടിപ്പിക്കുന്നുണ്ട്. ഇതിനെതിരെയുള്ള നടപടികൾ ആരംഭിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. അതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെറുതെ പെറ്റിയടിച്ച് പോവുകയല്ല, RC ഓണർക്കെതിരെ നടപടി സ്വീകരിക്കും എന്നും കൂടെ വായിക്കാനിടയായി. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അമിത വെളിച്ചം ആപത്ത് തന്നെയാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം, അതും പ്രശ്നമാണ്. ആവശ്യത്തിനുള്ള വെളിച്ചം വേണം. വാഹന നിർമ്മാതാക്കൾ ഏത് വാഹനമായിക്കോട്ടെ, അതിൽ അത്യാവശ്യത്തിന് വേണ്ട വെളിച്ചം ലഭിക്കുന്ന രീതിയിലുള്ള ബൾബുകളാണ് പിടിപ്പിച്ചു വിടുന്നത്. പലർക്കും അറിയാം, ഇപ്പോൾ വരുന്ന പുതുപുത്തൻ വാഹനങ്ങളിൽ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളിൽ ഉൾപ്പെടെ വരുന്ന LED ലൈറ്റുകളുടെ അതിപ്രസരം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് കാൽനട യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണത്. എങ്കിലും അത് നമ്മുടെ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഒരു വെളിച്ചത്തിൻ്റെ സംവിധാനം തന്നെയാണെന്ന് പറയാതെ കണ്ട് വയ്യ. പക്ഷേ ഇതിനു പുറമെ അഡീഷണൽ ആയിട്ട് വീണ്ടും കുറേ LED ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടാണ് ഒരു ഭാഗത്തുള്ളത്. അത് നിയന്ത്രിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അമിത വെളിച്ചം വെക്കേണ്ടി വരുന്നത്? ഒന്ന്, ഹൈ റേഞ്ചിൽ പോകുന്ന വാഹനങ്ങൾക്ക് എക്സ്ട്രാ ലൈറ്റ് വെക്കേണ്ടത് അത്യാവശ്യം തന്നെയാണെന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ച് കാനനപാതയിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ സാധാരണ വെളിച്ചം മതിയാവില്ല. പക്ഷേ അത് അത്തരത്തിലുള്ള മേഖലകളിൽ എത്തുമ്പോൾ മാത്രം അത് ഉപയോഗിക്കുക. പലരും നഗരത്തിൽ വാഹനം ഓടിക്കുമ്പോഴും എല്ലാ ലൈറ്റും ഉപയോഗിച്ച് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇതിനൊക്കെ ഉള്ള ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മുടെ റോഡിലുള്ള വെളിച്ചം, സ്ട്രീറ്റ് ലൈറ്റ് എത്രത്തോളം ഉണ്ട്, അതും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 8 മണി 9 മണി വരെയൊക്കെ റോഡിൽ കടകളുടെയൊക്കെ വെളിച്ചം ഉണ്ടായിരിക്കും. പക്ഷേ ഇതിന് ശേഷം റോഡിൽ മതിയായ വെളിച്ചം ഇല്ല എന്ന് പറയാണ്ട് അവസ്ഥയാണുള്ളത്. ഏത് ഭരണകൂടവും ആയിക്കോട്ടെ, കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ ആരും ആയിക്കോട്ടെ, എല്ലാവർക്കും ഉത്തരവാദിത്തമുള്ള ഒരു കാര്യം തന്നെയാണ് റോഡിൽ വേണ്ട വെളിച്ചം നൽകുക എന്നുള്ള കാര്യം. റോഡ് ടാക്സ് പിരിക്കുന്നതും മറ്റു കാര്യങ്ങളിലൂടെ ടാക്സ് ഈടാക്കുന്നതൊക്കെ ഇതിനും കൂടെ ചേർത്താണല്ലോ. അപ്പോൾ ഇങ്ങനെ വെളിച്ചമില്ലാതെ വരുമ്പോഴാണ് പലരും വാഹനത്തിൽ അമിത വെളിച്ചം ഉപയോഗിക്കുന്നത്. ഇത് അപകടത്തിലേക്ക് നയിക്കുന്നു. കാരണം എതിരെ വരുന്ന വാഹനത്തിന് ചിലപ്പോൾ കമ്പനി സ്റ്റോക്ക് ലൈറ്റ് മാത്രമായിരിക്കും അയാൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അയാൾക്കെതിരെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുള്ളൊരു വാഹനം വരുമ്പോൾ റോഡിൽ കണ്ണ് കാണുന്നില്ല, ഒന്നും വേണ്ട, ഇരുട്ടത്ത് വേറെ വണ്ടിയൊന്നും ഇല്ലാതെ പോകുന്ന സമയത്ത് തന്നെ റോഡിലെ കുഴി അല്ലെങ്കിൽ റോഡിലുള്ള മറ്റ് ഒബ്ജക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിവിശേഷങ്ങൾ പലപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതിൽ തിരക്ക് കൂട്ടിയൊരു നടപടിയല്ല വേണ്ടത്. നമുക്ക് എല്ലാവരും കണ്ടറിഞ്ഞുകൊണ്ട് സഹകരിച്ചുകൊണ്ട് അമിത വെളിച്ചം ഉപയോഗം കുറയ്ക്കുക. അതേപോലെ അത് കുറയ്ക്കാത്തവർക്കെതിരെ നടപടി സ്വീകരിക്കണം, തെറ്റൊന്നുമില്ല. ഇതേപോലെ നമ്മുടെ റോഡിൽ വേണ്ട വെളിച്ചത്തിനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തേണ്ട ചുമതല ബന്ധപ്പെട്ടവർ നടപ്പിലാക്കി തുടങ്ങുക എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി.